ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഇന്ന് അപൂർവമായൊരു കാഴ്ചയല്ല. അതിൻ്റെ കാരണങ്ങൾ പലതാകാം. മുറിച്ചു മാറ്റുന്നതിലല്ല, കോർത്തിണക്കി കൊണ്ടുപോകുന്നതിലാണ് നമ്മുടെ മിടുക്ക് തെളിയിക്കേണ്ടത്. ഒരു അലുമിനി കുടുംബം തകർത്ത കഥ ശ്രീ മെക്കാട്ടിനും രശ്മിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു മൈക്രോ സ്കിറ്റ്. ചേട്ടാ ചേട്ടാ എന്താടി കുറെ നേരമല്ലേ, എന്താ നിനക്ക് വേണ്ടത്? ഇത് വർക്ക് ഫ്രം ഹോം. ഞാനും കിച്ചണിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നോണ്ട് ഇയാള് കഞ്ഞിയും കറിയും വെച്ച് കുടിച്ച് കിടക്കും. പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് എന്ത് പറയാൻ? ഞാൻ എൻ്റെ ജോലി ഒന്ന് ചെയ്തോട്ടെ. ചേട്ടാ ഇന്നലെ നിങ്ങളുടെ അലൂമിനി മീറ്റിന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ ആരും നോക്കരടി, അലൂമിനി അതൊക്കെ ആരാ നോക്കുന്നത്? അതെന്താ ഫ്രണ്ട്സ് ഒന്നും വന്നില്ലേ? ആരോ ആ സതീഷ, രമേശ, ഗണേശ ആരാണ്ടൊക്കെ ഇതൊക്കെ ആരടി നോക്കണത്? എനിക്കിവിടെ ജോലിയാണ്. സതീഷ്, രമേശ്, മഹേഷ് ആരുമില്ലേ? നിനക്കിപ്പോ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണ്? വെണ്ടക്കയിൽ ചേർക്കാനോ? അതെ, ചേട്ടന് കോളേജിൽ പഠിക്കുമ്പോ ലവും ക്രഷോ ലൈനോ ഉണ്ടായിരുന്നില്ലേ? ലവ് എടി, എനിക്ക് പഠിക്കാനേ നേരം ഉണ്ടായുള്ളൂ. പഠിച്ച് 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 ഞാൻ ക്ലാസ്സിൽ ഇത് നിക്കണ ഒരുത്തരം, അല്ലാതെ ലവ് അതൊന്നും എനിക്കില്ല. എന്നിട്ട് ഇതൊന്നും മാർക്കി കണ്ടില്ലല്ലോ? അതിന് അന്ന് നിന്നെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ നീ അതെങ്ങനെ അറിഞ്ഞു? ഓ, ഞാൻ അറിഞ്ഞു. സപ്ലി അടിച്ച് ഡിഗ്രി പാസ്സായതൊക്കെ ഞാൻ അറിഞ്ഞേ. ഈ അന്വേഷിച്ചിട്ടൊക്കെ കല്യാണം നടത്തണവരല്ലേ? പോട്ടെ. അതെ, അടുക്കളയിലോട്ട്. ഇല്ല. അതെ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ അച്ഛൻ അല്ലാതെ ആരുടെ അച്ഛൻ? എന്റെ അച്ഛൻ വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാനും എനിക്കെതിരെ എന്തെങ്കിലും പണി തരാനും എനിക്ക് എന്നെ കുറിച്ച് കുറെ കുറ്റം പറയാനും എനിക്ക് വന്നേക്കും. ഓ പിന്നെ, അച്ഛൻ മിലിറ്ററി കോട്ട വാങ്ങിച്ചോണ്ട് വരുന്ന വഴിക്ക് വന്നതാ. എന്തോ മിലിറ്ററി കോട്ട വാങ്ങിച്ചോണ്ട് വരുന്ന വഴിക്ക് വന്നതാ. കേട്ടിട്ടുണ്ട്. അച്ഛൻ മരുമോന് തരാൻ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗിഫ്റ്റോ മരുമോന് തരാനായിട്ട് തന്നായിരുന്നു. എന്ത് ഗിഫ്റ്റ്? കൊടയും വടിയൊന്നുമല്ല, മറ്റേത്. അറിഞ്ഞൂടല്ലേ? ഞാൻ കാണിച്ചു തരാം. ശരിക്കും ചുമ്മാ സത്യം ഇത് പറഞ്ഞാലും വിശ്വസിക്കില്ല. അടുക്കളയിലോട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഏതായാലും വർക്ക് ഫ്രം ഹോമാ. നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ? നമുക്കല്ല, ചേട്ടൻ. അതൊന്നും ശരിയാവില്ല. എനിക്ക് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ഫസ്റ്റ്. എനിക്ക് വർക്ക്, അതിനു മുമ്പ് അവരാരും അറിയണില്ല. ഇവിടെ ഇരുന്ന് രണ്ടെണ്ണം അടിച്ച് ആരും അറിയാൻ പോണില്ല. ഇല്ലെന്ന് എനിക്കറിയാം. ആദ്യം വർക്ക്, അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ആകാം, അത് കുഴപ്പമില്ല. ചേട്ടാ, എന്തായാലും അച്ഛൻ സ്നേഹത്തോടെ കൊണ്ട് തന്നല്ലേ, ഞാൻ ഒഴിച്ചു തരാന്നേ. അങ്ങനൊന്നും പറഞ്ഞാ പറ്റൂ. ഉച്ചക്കൊന്ന് അമ്മോ, അടിക്കണേ മിലിറ്ററി. എന്റെ അമ്മായി അച്ഛനായതുകൊണ്ട് പറയല്ല, എന്ത് നല്ല മനുഷ്യൻ. ഇത്രയും നേരം ജീവിതത്തിൽ ഞാൻ നിന്റെ അച്ഛനെ എന്തെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കേട്ടിട്ടുമില്ല. ബിവറേസിലൊക്കെ പോയി ക്യൂ നിൽക്കണം, വെറുതെ മണ്ടത്തരമാണ്. അടിക്കണേ, ഇത് അടിക്കണം. അല്ല, കല്യാണം കഴിക്കണമെങ്കിൽ മിലിറ്ററിക്കാരുടെ പോലെ കുറച്ചു നേരം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ ചോദിക്കുമ്പോളെ എന്താ അലൂമിനി മീറ്റിന് പോയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ അലൂമിനി? അയ്യോ, അത് പറയാനുണ്ടോ? അതെന്താ അത്ര വലിയ രസം? എടി ചിരിച്ച് മടുത്തു.
എന്റെ എല്ലാ ഫ്രണ്ട്സും വന്നു. ഞാനൊരു കാര്യം ചോദിക്കാം. ഏ. ചേട്ടന് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോ ഒരു പ്രേമം ഉണ്ടായിരുന്നില്ലേ? ഒരു കാര്യം പറയാ, ഞാൻ എന്തെങ്കിലും പറയണമെങ്കിൽ അറിഞ്ഞിട്ട് വേണം വസ്തുനിഷ്ഠമായി പറയാൻ. ഫസ്റ്റ് ഇയറിലല്ല, സെക്കൻഡ് ഇയറിൽ. സെക്കൻഡ് ഇയറിലായിരുന്നല്ലേ? സെക്കൻഡ് ഇയർ ആയിരുന്നു. എനിക്ക് തെറ്റിപ്പോയതാ, സോറി. എനിക്ക് തെറ്റിപ്പോയതാ. സുമ എന്നല്ലേ പേര്? സുമ, അതെ. പിന്നെ തെറ്റി. സുമല്ല, സുനന്ദ. സുനന്ദ 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 എനിക്ക് തെറ്റിയതാ, എനിക്ക് പിന്നെയും തെറ്റി. സുനന്ദ വന്നിട്ടുണ്ടായിരുന്നോ? സുനന്ദ വന്നിട്ടുണ്ടായിരുന്നോ? ചിരിച്ചു അടുത്ത് സുനന്ദ ഞാനും കൂടി പണ്ട് കന്യാകുമാരി പോയൊരു കഥ. അത് എന്നോട് പോയിട്ട് കാര്യമില്ല. എവിടെ? കന്യാകുമാരി. അതൊക്കെ തെറ്റായിരുന്നു. കന്യാകുമാരി പോയിട്ട് ഞങ്ങൾ ഒരു ലോഡ്ജ് കിട്ടാൻ പറ്റുന്ന പാട്. അതൊക്കെ പറഞ്ഞ് ചിരിച്ച് കെട്ടിപ്പിടിച്ചാ ചിരിച്ചത്. അന്ന് നടന്നതോർത്ത് ഇന്നലെ ചിരിച്ചു. അതാണ് ഇതൊക്കെ നിനക്ക് മനസ്സിലാവൂല. അതെ, നമുക്ക് ഈ സന്തോഷത്തിൽ ഒരു 2 എണ്ണം കൂടി അടിക്കാം. ദേ പിന്നെ ഞാനല്ലേ വേണ്ട. സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. ഈ മദ്യപാനം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ തകർക്കും. പിന്നെ അത് ആരോഗ്യത്തിന് ഹാനികരവുമാണ്, അല്ലേ? നമുക്കൊരു ചെറുതൂടെ ഇത് കൂടാതെ ജീവിതത്തിൽ നിങ്ങൾ ആരും മദ്യപിക്കരുത്. മിലിറ്ററി കോട്ടയല്ല, ബിവറേജ് അല്ല, വാറ്റല്ല, എന്ത് കിട്ടിയാലും എന്റെ പൊന്നുമക്കളെ മദ്യപിക്കരുത്. അത് കുടുംബം തകർക്കും. നമുക്കൊരു ചെറുതൂടെ അടിച്ചാൽ എന്റെ പൊന്നോ വേണ്ടേ. താങ്ക് യു. മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എത്രത്തോളം കുടുംബ ബന്ധങ്ങളെ ഉലയ്ക്കുന്നു എന്ന സന്ദേശം നർമ്മത്തിന്റെ ഭാഷയിൽ നമ്മളിലേക്ക് എത്തിച്ച ശ്രീ മെക്കാട്ടിനും രശ്മിക്കും